എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ ഫലമൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ടാകും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമായി നമുക്ക് ഈശ്വരനെ സ്മരിക്കാം. മണ്ഡലകാലമാണ്, ഉത്സവകാലമാണ്. അതേപോലെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആഘോഷ കാലമാണ്, ക്രിസ്തുമസിൻ്റെ കാലമാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം ഇവിടെ അലയടിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ആചാരപ്രകാരം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങുക. നമ്മൾ ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കുകയാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. വലിയ ബിസിനസ് നടത്തുന്നവർക്ക്, അല്ലെങ്കിൽ വലിയ രീതിയിൽ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കടലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. സാമ്പത്തികമായ ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായിട്ട് ഉള്ള ക്ലേശങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. എല്ലാ വിഭാഗപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. എന്നാൽ ചില വഴക്കുകൾക്കും കേസുകൾക്കും വഴിതെളിക്കാവുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മസംയമനത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. വഴക്കുണ്ടാകുമ്പോൾ എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുമെന്ന് ഓർക്കുക, നമ്മുടേതും മറ്റുള്ളവരുടേതും. അതുകൊണ്ട് നമ്മൾ ആത്മസംയമനം പാലിക്കുക. ചില ആളുകളുമായി ചില തർക്കങ്ങളുണ്ടാകുവാനും അത് കേസിലോട്ടും വഴക്കിലോട്ടും ഒക്കെ പോകാനും പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സന്താനങ്ങളെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനൊക്കെ ധാരാളം സാധ്യതകളുള്ള ഒരു ദിവസമാണ്. ഇന്ന് കമിതാക്കൾക്ക് വളരെ നല്ല ദിവസമാണ്. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. വളരെ സന്തോഷകരമായ പല കാര്യങ്ങളും നടക്കാനും നടത്തിപ്പിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വാഹനാദികൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, വാഹനവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക്, വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഒക്കെ വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ്. ചില അപകട സൂചനകൾ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികളോടും പ്രായപൂർത്തിയാകാത്ത പിള്ളേരോടും പറയാനുള്ള ഒരു ഉപദേശമാണ്. നമ്മൾ ദിവസവും പത്രത്തിലോ അല്ലെങ്കിൽ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ, ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ധാരാളം അപകടങ്ങൾ അശ്രദ്ധ കൊണ്ട് വന്നു ഭവിക്കുന്നതായിട്ട് കാണുന്നു. അമിത വേഗതയാണ് പല അപകടങ്ങൾക്കും കാരണമായി തീരുന്നത്. അശ്രദ്ധയും അമിത വേഗതയുമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഹെൽമറ്റ് ഇല്ലാതെ പോവുക, അല്ലെങ്കിൽ സുരക്ഷകളില്ലാതെ വാഹനം ഓടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപകട സാധ്യത വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഇതൊക്കെ ഒഴിച്ചാൽ ഈ ഇടവക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അപ്രതീക്ഷിതമായ സഹായഹസ്തങ്ങൾ ലഭിക്കുകയും പങ്കാളിയിൽ നിന്ന് സഹായം ലഭിക്കുകയും പങ്കാളിയുടെ ഉയർച്ചയിൽ സമാധാനം കൈക്കൊള്ളുകയും ആശ്വാസം കൈക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. വാഹനങ്ങൾക്ക് റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് റിപ്പയർ, കേടുപാടുകൾ സംഭവിക്കാനും അതിന് ധനച്ചെലവൊക്കെ വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഭയവും ആകാംക്ഷയുമൊക്കെ ആങ്സൈറ്റിയുമൊക്കെ വളരെ അനുകൂലമായ രീതിയിൽ പര്യവസാനിക്കുന്നതായി കാണാം. സ്പോർട്സിൽ മത്സരിക്കുന്നവർക്ക്, സ്പോർട്സുമായി ഡീൽ ചെയ്ത് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വിജയം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ധനമോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആലസ്യവും മടിയും ക്ഷീണവും ഒക്കെ എപ്പോഴും അനുഭവപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, ഉണർവുണ്ടാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും മേഖലയിലേക്ക് ക്ഷണം ലഭിക്കുകയോ പ്രവർത്തന മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയോ ഒക്കെ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. മാതാപിതാക്കളുമായി കലഹിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ശാപം ഏറ്റുവാങ്ങുവാനോ ഒക്കെ ഇടവരുത്താതെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാക്കുകളുടെ നിയന്ത്രണം എപ്പോഴും നിങ്ങൾക്ക്
അനിവാര്യമാണ്. പല ഭാഗ്യങ്ങളും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരുന്ന ഒരു ദിവസമായിരിക്കും. കായികമായി അധ്വാനിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ കലഹങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറ്റവരുടെ വേർപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീ വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്ന് നേരിടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ക്ലേശങ്ങൾ വരുത്തി വയ്ക്കുവാനും മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളുള്ളവർക്ക് അതുമൂലം കേസ് വഴക്ക് ഒക്കെ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശ ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക്, വിദേശ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വിദേശത്ത് വസിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില അപ്രതീക്ഷിതമായ നിർഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ചോരഭയം, അതായത് മോഷ്ടിക്കപ്പെടാൻ, പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അവരുടെ പണം സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വിശ്വസ്തരല്ലാത്ത സഹായികളിൽ നിന്ന് വളരെയധികം മനക്ലേശമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. വിവാഹാധികാരികളിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആശ്വാസകരമായ ഒരുപാട് യാത്രകളും മീറ്റിങ്ങുകളും ഒക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. നല്ല അനുകൂലമായ ഒരു തീരുമാനങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും വൈകുന്നേരത്തോടു കൂടി. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി ചില നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഭവന നിർമ്മാണത്തിനൊരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി കിട്ടുന്നതാണ്. കിട്ടാതെ കിടക്കുന്ന പണം തിരിച്ചു കിട്ടാനും അതുകൊണ്ട് സന്തോഷകരമായി കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും മെച്ചപ്പെട്ട ചികിത്സാ രീതികളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശികളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് വളരെ ലാഭകരമായ ബിസിനസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കടലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്കല്ല ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന കോപം അല്ലെങ്കിൽ ഹാർഷ് വേർഡ്സ്, പരുക്കനായ സംസാര രീതി, പ്രതികരണം, ഇതൊക്കെ ഇന്ന് വളരെ നിയന്ത്രിച്ച് വേണം ഉണ്ടാകാൻ. ഉറ്റവരിൽ ചിലർക്ക് ചില ശാരീരിക ക്ലേശങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മൂലമുള്ള മനക്ലേശങ്ങളും ഒക്കെ ഉണ്ട് എന്നറിഞ്ഞ് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഭാരിച്ച ഒരു കാര്യവും ഇന്ന് ഏറ്റെടുക്കുവാനായിട്ട് നല്ല ദിവസമല്ല. എന്നാൽ ഔദ്യോഗിക രംഗത്ത് ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഭാരമേറിയ ജോലികൾ ചെയ്യുന്നതോ ഭാരപ്പെട്ട ജോലികൾ ഏറ്റെടുക്കുന്നതോ നല്ലതല്ല. സഹപ്രവർത്തകരോ തൊഴിലാളികളോ കീഴ് ജീവനക്കാരോ ഒക്കെ ഇന്ന് നമ്മളോട് വളരെ വിപരീതമായി സംസാരിക്കുവാനും അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും അവരുമായി പിണങ്ങാനുമൊക്കെ യോഗം കാണുന്നു. ആത്മസംയമനം പാലിക്കുക. അതേപോലെ സാമ്പത്തികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചില കോട്ടങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. ഉറ്റമിത്രങ്ങളിൽ ചിലർക്ക് ചില വൈഷമ്യങ്ങൾ, ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മനപ്രയാസം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ
അനുകൂലമായൊരു ദിവസമായി കാണുന്നു എങ്കിലും ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളിൽ ചെന്നുപെടുവാനും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുവാനും ധനനഷ്ടം വളരെ നാൾ മുമ്പ് അനുഭവിച്ചിരുന്നു എന്നറിഞ്ഞ് മനക്ലേശം ഉണ്ടാകാനുമൊക്കെ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ധനകാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ചില പുതിയ അതിഥികൾ വരാനും സുഹൃത്തുക്കൾ വരാനും ജീവിതത്തിൽ ചില അലോരസങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ സാധ്യത കാണുന്നു. അതുപോലെ കുടുംബാന്തരീക്ഷം കലുഷിതമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കുക. ചില സുഹൃത്തുക്കൾ മൂലം മനസ്സമാധാനം വൈകുന്നേരത്തോടുകൂടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ്. കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന മനക്ലേശങ്ങൾക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ കാര്യങ്ങളിൽ പ്രവേശിക്കുവാനും പുതിയ മേഖലകളിലോട്ട് തൊഴിൽ വിന്യസിപ്പിക്കാനുമൊക്കെ സാധിക്കുന്നു. തൊഴിൽ മാറ്റം കാണുന്നു. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്ന മേഖലയിലേക്ക് നമ്മൾ മാറാനായിട്ട് സാധ്യതയുണ്ട്. തൊഴിലിന് തന്നെ മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. അനുകൂലമായ മാറ്റങ്ങളാണ് കാണുന്നത്. സ്വന്തം കുട്ടികളെക്കുറിച്ച് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധ്യത കാണുന്നു. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. പുതിയ സുഹൃത്തുക്കൾ മൂലം പുതിയ പുതിയ ബന്ധങ്ങളിൽ വന്നു ചേരാനും അവരിലൂടെ ഉയർച്ച വരുമെന്ന് ഉറപ്പുവരുത്തുന്നതുമായ ചില സാധ്യതകൾ കാണുന്ന ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പല പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ലാഭകരമായി ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ ലാഭകരമായി ധനമിടപാട് നടത്താനോ ഒക്കെ സാധ്യത കാണുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഔദ്യോഗിക രംഗത്തു നിന്ന് വളരെ അനുകൂലമായ അപ്രൂവൽ, അംഗീകാരം ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു എന്ന് ഒരു അറിയിപ്പ് നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. പങ്കാളിയുമായി ചെറിയ കലഹങ്ങൾ ഉണ്ടാകുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുമെങ്കിലും വളരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതെയും ഇമോഷണലായിട്ട് വളരെയധികം വൈകാരിക പ്രകടനങ്ങൾ നടത്താതെ ഇരിക്കുമൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്നത്തെ വഴക്ക് ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിഭവമായി മാറാൻ സാധ്യതയുണ്ട്. വിവാഹാധികാരികളിൽ തീരുമാനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ പുണ്യക്ഷേത്ര ദർശനത്തിനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കാലാവസ്ഥയുടെ സാന്നിധ്യം മൂലം ചില അസുഖങ്ങളൊക്കെ വന്നുവിടാനായിട്ട് സാധ്യതയുണ്ട്. ആഹാരകാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായ അസുഖങ്ങൾ അധികരിക്കാനും സാധ്യത കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.